തൃശൂർ വലപ്പാട് ധനകാര്യ സ്ഥാപനത്തിൽ മോഷ്ടിക്ക് ശ്രമിച്ച പ്രതി അറസ്റ്റിൽ. വട്ടപ്പരത്തി സ്വദേശി ജിതിനാണ് അറസ്റ്റിലായത്. പൂട്ടിക്കിടക്കുന്ന ധനകാര്യ സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറി ചില്ല് വാതിൽ പൊളിക്കുകയും 15,000 രൂപയുടെ നാശനഷ്ടം വരുത്തുകയുമായിരുന്നു. 3 വധശ്രമ കേസടക്കം 12 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ജിതിൻ. കൊടുങ്ങല്ലൂർ വടക്കേ നടയിലെ അനുഗ്രഹ സ്പെഷ്യൽ സ്കൂളിൽ അന്തേവാസി മരിച്ച സംഭവം കൊലപാതകം. സ്ഥാപനത്തിലെ കെയർടേക്കർ തിരുവനന്തപുരം സ്വദേശി മഹേഷിനെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കാട് കണ്ണമ്പ്ര സ്വദേശി ശ്രീനാഥാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ജനുവരി 10 മുതൽ സ്ഥാപനത്തിൽ താമസിച്ചു വരികയായിരുന്ന ശ്രീനാഥിനെ ഏപ്രിൽ 1 മുറിയിൽ അനക്കമില്ലാത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഉടൻ കൊടുങ്ങല്ലൂർ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. സംഭവത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ശരീരത്തിൽ ഉരഞ്ഞ പാടുകൾ കണ്ടെത്തി. തൃശൂർ മെഡിക്കൽ കോളേജ് ഫോറൻസിക് HOD ഡോക്ടർ ഹിതേഷ് ശങ്കറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് മരണത്തിലെ ദുരൂഹത പുറത്തുവന്നത്. സ്പെഷ്യൽ സ്കൂളിലെ കെയർടേക്കറായ പ്രതി മരണപ്പെട്ട ആളെ വടികൊണ്ടും കൈകൊണ്ടും തല്ലിയതിനെ തുടർന്ന് ആന്തരികാവയവങ്ങൾക്ക് സംഭവിച്ച ക്ഷതമാണ് മരണകാരണമെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. മർദ്ദനമാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന സൂചനയെ തുടർന്ന് കേസിൽ കൊലപാതക കുറ്റം ചുമത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് സ്ഥാപനത്തിലെ കെയർടേക്കറായ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കൊല്ലം കൊട്ടിയത്ത് നിർമ്മാണത്തിലിരുന്ന വീടിന്റെ സ്ലാബ് തകർന്നു വീണ് ഇലക്ട്രീഷ്യന് ദാരുണാന്ത്യം. ഒരാൾക്ക് പരിക്കേറ്റു. വാഗമൺ സ്വദേശി രാധാകൃഷ്ണനാണ് മരിച്ചത്. നിർമ്മാണത്തിലിരുന്ന വീടിന്റെ ഇലക്ട്രിക് വർക്ക് ചെയ്യുന്നതിനിടയിലാണ് സ്ലാബ് ഇടിഞ്ഞ് താഴേക്ക് വീഴുകയായിരുന്നു. രാധാകൃഷ്ണൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. പരിക്കേറ്റ രാധാകൃഷ്ണന്റെ സുഹൃത്ത് സലീമിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ിലെ വർഗീയ കാർഡ് ഇറക്കിയുള്ള ഇടതുപക്ഷത്തിന്റെ ഹീനമായ ശ്രമത്തിന് ജനങ്ങൾ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് മുസ്ലിം ലീഗ് ഉന്നത അധികാര സമിതി അംഗം ഡോക്ടർ MK മുനീർ. കാഫിർ സ്ക്രീൻഷോട്ടിന് സമാനമാണ് ഈ അനൗൺസ്മെന്റ്. പരാജയം മണക്കുമ്പോഴാണ് LDF ഇത്തരം പ്രചാരണം നടത്താറുള്ളത്. പ്രചാരണ വാഹനങ്ങൾ LDF സ്ഥാനാർത്ഥിയുടെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ അത് പിൻവലിക്കുകയാണ് വേണ്ടതെന്നും MK മുനീർ പറഞ്ഞു. പേരാമ്പ്രയിലെ വർഗീയ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷം നടത്തുന്ന ഹീനമായ ശ്രമങ്ങൾക്ക് അവിടുത്തെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായ രീതിയിൽ തിരിച്ചടി നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കറിയാലോ, ഷാഫി പറമ്പിലിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയല്ലേ ആ കാഫിർ സ്ക്രീൻഷോട്ടുമായിട്ട് വന്നിട്ടുള്ളത്. അത് ഏത് രീതിയിൽ അവർക്ക് തിരിച്ചടിയായി? വൻ ഭൂരിപക്ഷത്തിലല്ലേ ഷാഫി പറമ്പിൽ ജയിച്ചിട്ടുള്ളത്. അതേപോലെ ഇപ്പോൾ ഇനി പേരാമ്പ്രയിലെ ഞങ്ങളുടെ വിജയം ഒന്നുകൂടി സുഗമമായിരിക്കുന്നു. ഞങ്ങളുടെ ഭൂരിപക്ഷം ഇനി എത്ര വർദ്ധിക്കും എന്നുള്ളത് നോക്കിയാൽ മതി. കാരണം അവിടുത്തെ ജനങ്ങൾ അടിസ്ഥാനപരമായി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ ജനങ്ങൾ ഒറ്റക്കെട്ടാവും. ജാതി മത ചിന്തകൾക്ക് അതീതമായി എല്ലാവരും ഒന്നാകും. പേരാമ്പ്രയിൽ അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഡോക്ടർ MK മുനീറിനോട് പാർട്ടി കടുത്ത അനീതിയാണ് കാണിച്ചതെന്ന നൂർബിന റഷീദിന്റെ വാദത്തെ തള്ളി MK മുനീർ. ആരോഗ്യ പ്രശ്നം സാദിഖലി തങ്ങൾ അടക്കമുള്ള പാർട്ടി നേതൃത്വത്തെ അറിയിച്ചത് താൻ തന്നെയാണ്. പുതിയ തലമുറയിലെ ഒരാൾ വരണമെന്ന് പറഞ്ഞ് സ്വാഗതം ചെയ്യുകയാണ് താൻ ചെയ്തത്. ഇപ്പോഴും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാണ്. ഫാത്തിമ തെഹ്ലിയെ സ്ഥാനാർത്ഥിയാക്കിയത് പാർട്ടിയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് നിന്നാണ് ലീഗ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത് എന്ന വാദത്തിന് ഈ കാലത്തിലെ ഏറ്റവും നല്ല തമാശയ്ക്കുള്ള അവാർഡ് കൊടുക്കണമെന്നും MK മുനീർ പറഞ്ഞു. സാദിഖലി ശിഹാബ് തങ്ങൾ നേരിട്ട് ഓരോ ആളുകളെയും വിളിച്ചിട്ടാണ് സംസാരിച്ചത്. അവിടെ ഞാനും സാദിഖലി തങ്ങളും സംസാരിച്ചത് എന്താണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. അതിനു മുമ്പ് തന്നെ ഞാൻ എൻ്റെ ആരോഗ്യസ്ഥിതി അദ്ദേഹത്തെ അറിയിച്ചിരുന്നു. എന്ത് തീരുമാനം വേണമെങ്കിലും പാർട്ടിക്ക് എടുക്കാമെന്നുള്ള തീരുമാനമായിട്ടാണ് പുറത്തു വന്നത്. അങ്ങനെയുള്ള ഞാൻ അതിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. പുതിയ തലമുറയിലുള്ള ആൾ വരണം എന്ന് പറഞ്ഞ് സ്വാഗതം ചെയ്യലേ ഞാൻ ചെയ്തിട്ടുള്ളൂ. മാത്രമല്ല ഇപ്പോഴും ഞാൻ ഇതിൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയായിരുന്നു ഞാൻ ഓരോ സ്ഥലത്തും പോയി അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്.